അബലയായി ചപലയായി മുദ്ര കുത്തി അവർ അഴികൾക്കുള്ളിൽ അടച്ചു സ്ത്രീയെ. അവളുടെ മോചനത്തിനായി ദിനം പ്രതി ബില്ലുകൾ പല പല പേരുകളിൽ ഇറക്കി പാർട്ടികൾ. അവയുടെ തെറ്റുകുറ്റങ്ങൾ ചർച്ച ചെയ്യാൻ മഹിളാ സംഘങ്ങൾ ഒത്തുകൂടി ചാനലിൽ. അതുപോരാഞ്ഞവർ തെരുവിലേക്കിറങ്ങി പ്രകടന പത്രികകൾ പലതും ഇറക്കി. ഇനി എന്താണൊരു പോംവഴി എന്ന മട്ടിൽ പല പല സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി. അവയിലൊക്കെ മാറി മാറി ധരിക്കാൻ ഉടയാടകൾക്കായി കടകൾ കയറിയിറങ്ങി. അവരറിയാതെ തന്നെ അവർ അവരുടെ ബാനറിൽ എഴുതി ചേർത്തു, സ്ത്രീ ഒരു ഉപഭോഗ വസ്തു തന്നെ. അഴികൾക്കുള്ളിൽ വീർപ്പുമുട്ടി സ്ത്രീ ഒരു നാൾ അവളിലേക്കു തന്നെ ഉറ്റുനോക്കി. അവിടെ മൂടിക്കിടപ്പു ആരാലും കാണാതെ പ്രകൃതി തന്നൊരു ശക്തി, സത്യവും സ്നേഹവും. നിലവിളക്കിന്റെ വിശുദ്ധിയോടെ അമാന്തിക്കാതവയെ നീ തേച്ചു മിനുക്കിടേണം. അതിലെരിയും പവിത്ര നാളത്തിലേക്ക് ഒരു കീടവും ഭയപ്പെടാതടുക്കുകയില്ല. അതിലൂടെ മാത്രമാണു നീ സ്വതന്ത്ര, പ്രകൃതി നിനക്കേകിയ ദിവ്യശക്തി.